Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 7th chapter, Fair Play. Before you read, has your best friend ever done something you thought was wrong? നമ്മൾ തെറ്റാന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? What did you do then? നിങ്ങൾ അപ്പോൾ എന്താ ചെയ്തത്? Did you keep quiet or did you tell your friend what you thought? നിങ്ങൾ മിണ്ടാതിരുന്നോ അതോ നിങ്ങൾ എന്താ ചിന്തിച്ചതെന്നുള്ളത് പറഞ്ഞു. With this story about two friends who had to decide with what was important, friendship or enmity. Either important friendship ആണോ ശത്രുതയാണോ? Or a sense of what is right and what is wrong. Fair play. Juman Sheikh and Algu Chowdhury were good friends. So strong was their bond of friendship that when either of them went away from the village, the other looked after his village. Both were greatly respected in the village. അതായത് ജുമൻ ഷെയ്ഖും അൽഗു ചൗധരിയും ഗുഡ് ഫ്രണ്ട്സ് ആണ്. അവർ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ നല്ല ടൈറ്റ്ലി ബോണ്ടാണ്. ആൻഡ് വെൻ ഐദർ ഓഫ് ദം വെൻറ്റ് അവേ ഫ്രം ദ വില്ലേജ്, ആരെങ്കിലും ഒരാൾ ആ ഗ്രാമത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മറ്റാൾ കുടുംബമൊക്കെ നോക്കുമായിരുന്നു. ഗ്രേറ്റ്ലി റെസ്പെക്ട്, എല്ലാവർക്കും അവരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജുമൻ ഹാഡ് ആൻ ഓൾഡ് ആണ്ട് ഹു ഹാഡ് സം പ്രോപ്പർട്ടി. ജുമന് വയസ്സായ ഒരു ആൻറ്റി ഉണ്ട്, അവർക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ദിസ് ഷീ ട്രാൻസ്ഫേർഡ് to him on the understanding that she would stay with him and he would look after him. അത് അവന് കൊടുത്തു. എന്തുകൊണ്ടാ? വയസ്സാവുമ്പോൾ അവൻ തന്നെ നോക്കും എന്ന് ചിന്തിച്ചിട്ട്, അവൻ കൂടെ നിന്നിട്ട് തന്നെ നോക്കും എന്ന് വിചാരിച്ചു. അറേഞ്ച്മെന്റ് വർക്ക്ഡ് വെൽ ഫോർ എ കപ്പിൾ ഓഫ് ഇയേഴ്സ്. കുറച്ചു കാലം അതുപോലെയൊക്കെ നടന്നു. then the situation changed. പിന്നെ കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. ജുമൻ ആൻഡ് ഹിസ് ഫാമിലി were tired of the older relative. അവർക്ക് മതിയായി. ജുമൻ became as indifferent to her as his wife, who grudged even with the little food that the old lady wanted every day. അതായത് അവർ വ്യത്യസ്തമായിട്ട് പെരുമാറാൻ തുടങ്ങി. അവൻ്റെ ഭാര്യയാണെങ്കിൽ കുറച്ച് ഫുഡേ ഇവർക്ക് ആവശ്യമുള്ളൂ, പക്ഷെ അത് കൊടുക്കാൻ പോലും എപ്പോഴും ദേഷ്യപ്പെടുമായിരുന്നു. ഷീ swallowed the insults along with her food for a few months. അപ്പോൾ ഇതൊക്കെ കുറച്ച് കാലത്തേക്ക് അവർ മനസ്സിൽ മീൻസ് ഇത് കണ്ടുകൊണ്ട് തന്നെ ഇരുന്നു. ബട്ട് പേഷ്യൻസ് ഹാസ് ഇസ് ലിമിറ്റ്. പക്ഷെ എല്ലാത്തിനും ഒരു അതിരുണ്ട്, അത് മീൻസ് അളവുണ്ട്. ബിക്കെയിം ഇൻഡിഫറെൻറ്റ് മീൻസ് ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ഓർ ടു ഡിഡ് കെയർ ഓഫ്, അല്ലേ, നോക്കാനുള്ള വൈമുഖ്യം. ഗ്രഡ്ജ്ഡ്, ഗേവ് അൺവില്ലിംഗ്ലി, ഫെൽറ്റ് ആംഗ്രി ആൻഡ് ഹാപ്പി അബൌട്ട് ഗിവിങ്, അല്ലേ, കൊടുക്കാനുള്ള വിഷമം. swallowed ദിസ് ഇൻസൾട്ട്സ് മീൻസ് ടോളറേറ്റ്, എല്ലാം സഹിച്ചു. One day she spoke to Juman. ഒരു ദിവസം ജുമനോട് പറഞ്ഞു, മൈ സൺ, ഇറ്റ് ഈസ് നൗ ഒബ്വിയസ് ദാറ്റ് ഐ ആം നോട്ട് വാണ്ടഡ് ഇൻ യുവർ ഹൗസ്. ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്നെ വേണ്ടാന്ന്. കൈൻഡ്ലി ഗിവ് മീ എ മന്ത്ലി അലവൻസ് സോ ദാറ്റ് ഐ ക്യാൻ സെറ്റ് അപ്പ് എ സെപ്പറേറ്റ് കിച്ചൺ. എനിക്ക് എന്തെങ്കിലും തരുവാണെങ്കിൽ, കുറച്ച് അലവൻസ് എന്തെങ്കിലും തരുവാണെങ്കിൽ, പൈസ തരുവാണെങ്കിൽ ഞാൻ വേറൊരു അടുക്കള വെച്ചിട്ട് ഇരിക്കാം. മൈ വൈഫ് നോസ് ബെസ്റ്റ് ഹൗ ടു റൺ ദ ഹൗസ്. ബി പേഷ്യൻറ്റ്. എൻ്റെ ഭാര്യയ്ക്ക് അറിയാം എങ്ങനെയാണ് കുടുംബം നോക്കേണ്ടതെന്ന്, അതുകൊണ്ട് മിണ്ടാതിരിക്കുക. സെറ്റ് ജുമൻ ഷെയിംലെസ്ലി. അവൻ ഒച്ചയിട്ടും ആണോ ഇല്ലാതെ പറഞ്ഞു. ദിസ് മേഡ് ഹിസ് ആണ്ട് വെരി ആംഗ്രി. ആൻറ്റിക്ക് ദേഷ്യം വന്നു. ഷീ ഡിസൈഡഡ് ടു ടേക്ക് ഹെർ കേസ് ടു ദ വില്ലേജ് പഞ്ചായത്ത്. ഇത് വില്ലേജിലെ പഞ്ചായത്തിൽ പോയി പറയാ എന്ന് വിചാരിച്ചു. ഫോർ മെനി ഡേയ്സ് ദ ഓൾഡ് ലേഡി വാസ് സീൻ ടോക്കിംഗ് ടു ദ വില്ലേജസ്, എക്സ്പ്ലെയിനിങ് ഹെർ കേസ് ആൻഡ് സീക്കിംഗ് ദെയർ സപ്പോർട്ട്. കുറേ ദിവസത്തേക്ക് അവർ വയസ്സായവരെന്തു ഗ്രാമത്തിലെ ആൾക്കാരോടൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, എന്നിട്ട് അവരുടെ സഹായം നേടി. സം സിമ്പത്തൈസ്ഡ് വിത്ത് ഹെർ. കുറച്ചു പേർക്ക് സഹതാപം തോന്നി. അതേഴ്സ് laughed at her and few others advised her. ചിലവർക്ക് മീൻസ് അവരെ പുച്ഛിച്ച് നോക്കിയിരുന്നു, ചിലവർ അവർക്ക് ഉപദേശം കൊടുത്തു. മേക്ക് ഇറ്റ് അപ്പ് വിത്ത് ഹെർ നെഫ്യൂ ആൻഡ് ഹിസ് വൈഫ്. അറ്റ് ലാസ്റ്റ് ഷീ കെയിം ടു അൽഗു ചൗധരി ആൻഡ് സ്പോക്ക് ടു ഹിം. അവസാനം അവർ അൽഗു ചൗധരിയുടെ അടുത്തെത്തിയിട്ട് അവനോട് വർത്താനം പറഞ്ഞു. യു നോ ചാച്ചി, ജുമൻ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ചാച്ചി, നിനക്കറിയാലോ ജുമൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഹൗ ക്യാൻ ഐ ഗോ അഗെയിൻസ്റ്റ് ഹിം? എനിക്ക് എങ്ങനെ അവനെതിരെയായിട്ട് പോകാൻ പറ്റുക? അൽഗു സെറ്റ്. ബട്ട് ഈസ് ഇറ്റ് റൈറ്റ് മൈ സൺ ടു കീപ് മം ആൻഡ് നോട്ട് സേ വാട്ട് യു കൺസിഡർ ജസ്റ്റ് ആൻഡ് ഫെയർ? പക്ഷെ മിണ്ടാതിരിക്കണം, മീൻസ് നേരായ ഒരു കാര്യത്തിന് നീ മിണ്ടാതെയാണോ ഇരിക്കുക? പ്ലീഡഡ് ദ ഓൾഡ് ലേഡി. കം ടു ദ പഞ്ചായത്ത് ആൻഡ് സ്പീക്ക് ദ ട്രൂത്ത്. പഞ്ചായത്തിൽ വന്നിട്ട് സത്യാവസ്ഥ തെളിയിക്കുക, വെളിപ്പെടുത്തുക. ഷീ സെറ്റ്. അൽഗു ഡിഡ് നോട്ട് റിപ്ലൈ. അൽഗു ഉത്തരവൊന്നും പറഞ്ഞില്ല. ബട്ട് ദ വേർഡ്സ് കെപ്റ്റ് റിംഗിങ് ഇൻ ദ ഇയേഴ്സ്. അവരുടെ വാക്കുകൾ അവൻ്റെ ചെവിയിൽ അടിച്ചുകൊണ്ടേയിരുന്നു. മേക്ക് ഇറ്റ് അപ്പ് മീൻസ് സ്റ്റോപ്പ് കോറലിംഗ് സം ടു ആൻ ആർഗ്യുമെന്റ് വിത്ത്.
Panchayat was held in the same evening under an old banyan tree. പഞ്ചായത്ത് അതേ വൈകുന്നേരം തന്നെയാണ് നടന്നത് ഒരു ആൽമരച്ചോട്ടിൽ. Juman stood up and said, Juman എണീറ്റ് എന്ന് പറഞ്ഞു, വോയിസ് ഓഫ് ദ പഞ്ചായത്ത് ഇസ് ദ വോയിസ് ഓഫ് ഗോഡ്. പഞ്ചായത്തിലെ വാക്കുകൾ പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകൾക്ക് തുല്യമാണ്. ലെറ്റ് മൈ aunt nominate the head punch. I will abide by her decision. ആന്റി പറഞ്ഞോട്ടെ, ഞാൻ അത് അനുസരിച്ചോളാം. നോമിനേറ്റ് പറഞ്ഞാൽ സജസ്റ്റ് സംതിങ്, നെയിം ഫോർ സംതിങ് അല്ലേ, എന്തെങ്കിലും പറഞ്ഞോട്ടെ. അബൈഡ് ബൈ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം, സമ്മതിക്കാം. ദ പഞ്ച് നോസ് നൈദർ ഫ്രണ്ട് നോർ എനിമി. പഞ്ചിനെ അറിയാം ഫ്രണ്ടും എനിമീനെയും തിരിച്ചറിയാം. വാട്ട് ഡു യു സേ ടു അൽഗു ചൗധരി, ദ ഓൾഡ് ലേഡി അനൗൺസ്ഡ്. Fine, replied Juman, hiding his joy over his unexpected piece of luck. Knows neither friend nor enemy. The punch knows neither friend nor enemy. പഞ്ചിന് തിരിച്ചറിയാലോ ഫ്രണ്ട് എനിമി ആരാന്ന്. What do you say to Algu Chowdhury, the old lady announced. അൽഗു ചൗധരിയോട് എന്താ പറഞ്ഞ്? Juman hiding his joy over unexpected piece. Juman എന്താണ് ആ സന്തോഷം അങ്ങോട്ട് മറച്ചു വെക്കുകയാണല്ലേ, അവന്റെ ആ ഭാഗ്യത്തിന്റെ ഇതൊന്ന് മറച്ചു വെച്ചു. ചാച്ചി, യു ആർ അവെയർ ഓഫ് മൈ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ജുമൻ. ചാച്ചി, നിങ്ങൾക്ക് അറിയാം ജുമനുമായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പ്, അൽഗു പറഞ്ഞു. ഐ നോ ദാറ്റ്, റിപ്ലൈഡ് ദ ഓണ്ട്. ഓണ്ട് പറഞ്ഞു, എനിക്കറിയാം. ബട്ട് ഐ ഓൾസോ നോ ദാറ്റ് യു വിൽ നോട്ട് കിൽ യുവർ കോൺസൈസ് ഫോർ ദ സേക്ക് ഓഫ്, അതായത് നിന്റെ മനസാക്ഷിയെ നീയെ നശിപ്പിക്കില്ല. ഗോഡ് ലീവ്സ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ പഞ്ച് ആൻഡ് ഹിസ് വോയിസ് ഇസ് ദ വോയിസ് ഓഫ് ഗോഡ്. ഓൾഡ് ലേഡി എക്സ്പ്ലെയിൻ ഹെർ കേസ്. അപ്പൊ ഈ പഞ്ചായത്തിലെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് തുല്യമാണ്. ജുമൻ സെഡ് അൽഗു, യു ആൻഡ് ഐ ആർ ഓൾഡ് ഫ്രണ്ട്സ്. ഞാനും നീയും പഴയ ഫ്രണ്ട്സ് ആണ്. യുവർ ആൻഡ് ഈസ് ആസ് ഡിയർ ടു മീ ആസ് യു. നിന്റെ ആൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നൗ ഐ ആം എ പഞ്ച്. ഞാനൊരു പഞ്ചായത്താണ്. യു ആൻഡ് യുവർ ആൻറ്റി ആർ ഈക്വൽ ബിഫോർ മീ. നീയും എൻ്റെ ആൻറ്റിയും എനിക്ക് മുമ്പിൽ തുല്യരാണ്. വാട്ട് ഹാവ് യു ടു സേ ഇൻ യുവർ ഡിഫെൻസ്. നിനക്ക് എന്താ പറയാനുള്ളത്? 3 years ago began Juman. Juman പറയാൻ തുടങ്ങി, 3 കൊല്ലം മുമ്പ്. My aunt transferred her property to me. എൻ്റെ ആൻറ്റി സ്വത്തുക്കളൊക്കെ അവർ എനിക്ക് തന്നു. I promised to support her as long as she lived. ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നു, എത്ര കാലം ഞാൻ ജീവിക്കും അത്രയും കാലം ഞാൻ അവരെ നോക്കും. I have done all I could. ഞാൻ എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്തു. There have been a couple of quarrels between my wife and her, but I cannot stop it. എൻ്റെ ഭാര്യ അവർ തമ്മിൽ കുറച്ച് വഴക്കുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് നിർത്താൻ പറ്റിയില്ല. നൗ മൈ ആണ്ട് ഈസ് ക്ലെയിമിങ് എ മന്ത്ലി അലവൻസ് ഫോർ മീ. എനിക്ക് മന്ത്ലി ആയിട്ട് അലവൻസ് തരണമെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, ദാറ്റ്സ് ഓൾ ഐ ഹാവ് ടു സേ. ഇത് നടപ്പിലുള്ളതല്ല, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജുമൻ വാസ് ക്രോസ് എക്സാമിൻഡ് ബൈ അൽഗു ആൻഡ് അതേഴ്സ്. ഷീ ഈസ് മന്ത്ലി അലവൻസ്, ക്ലെയിമിങ് ഫോർ മന്ത്ലി അലവൻസ്, ദറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് നടപ്പിലല്ല. That's all I have to say. അതാണ് എനിക്ക് പറയാനുള്ളത്. Juman was cross-examined by Algu and the others. ജുമനെ ചോദ്യം ചെയ്തു. Algu announced. Algu പറഞ്ഞു, We have opinion. We have gone into the matter carefully. ഞങ്ങൾ നല്ലവണ്ണം ഞങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടുണ്ട്. In our opinion, Juman must pay his aunt a monthly allowance. അപ്പൊ അവരുടെ ഒപ്പീനിയനിൽ ജുമൻ എന്ത് ചെയ്യണം? ഒരു മന്ത്ലി അലവൻസ് കൊടുക്കണം. Or else the property goes back to her. അല്ലെങ്കിൽ എന്താണ്, അവരുടെ തന്നിരിക്കുന്ന ആ പ്രോപ്പർട്ടി അവർക്ക് തന്നെ തിരിച്ചു പോകും. Now the two friends were seldom seen together. The bond of friendship between them was broken. അപ്പൊ ഇപ്പോഴാണ് അവര് തമ്മിൽ പരസ്പരം ആകെ ദേഷ്യം ആവുന്നത് അല്ലെ. ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് തന്നെ മുറിഞ്ഞുപോയി. ജുമൻ വാസ് അൽഗൂസ് എനിമി ആൻഡ് വാണ്ടഡ് ഹിസ് റിവെഞ്ച്. ഇപ്പൊ ജുമൻ അൽഗുടെ ശത്രുവായി, എന്നിട്ട് അവന് പകരം വീട്ടണം എന്നുണ്ട്. സെൽഡമിന് റയർലി, എപ്പോഴെങ്കിലും. Part 3. Days passed, and as ill luck would have it, Algu Chowdhury found himself in a tight spot. അപ്പോൾ എന്താണ്, ദിവസങ്ങൾ കടന്നുപോയി. അൽഗു ചൗധരിയുടെ ദോഷം കാരണം എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരു ടൈറ്റ് ആയി അല്ലേ. വൺ ഓഫ് ഹിസ് ഫൈൻ പെയർ ഓഫ് ബുള്ളക്സ് ഡൈഡ്. കാള മരിച്ചു, ചത്തുപോയി. ആൻഡ് ഹി സോൾഡ് ദ അതർ ടു സംജു സാഹു. 2 ഉണ്ടായിരുന്നതിൽ ഒന്ന് സംജു സാഹുവിന് കൊടുത്തു. എ കാർ ഡ്രൈവർ ഓഫ് ദ വില്ലേജ്. കാളവണ്ടിക്കാരന് കൊടുത്തു. അണ്ടർസ്റ്റാൻഡിംഗ് വാസ് ദ സാഹു വുഡ് പേ ദ പ്രൈസ് ഓഫ് ദ ബുള്ളക്ക് ഇൻ എ മന്ത് ടൈം. 1 മാസത്തിന്റെ ഉള്ളിൽ അയാൾ പൈസ തരുമെന്ന് ചിന്തിച്ചു. ഇറ്റ് സോ ഹാപ്പൻ ദാറ്റ് ദ ബുള്ളക്ക് ഡൈഡ് വിത്തിൻ എ മന്ത്. എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ മറ്റേത് 1 മാസത്തിന്റെ ഉള്ളിൽ തന്നെ ചത്തുപോയി. ടൈഡ്സ് ഫോർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ.
Several months after the bullock's death, Algu reminded Sahu of the money he hadn't yet paid. അപ്പോൾ ചത്ത ശേഷം അൽഗു മീൻസ് അൽഗു പറയുകയാണ് നീ ആ പൈസ എനിക്ക് തന്നില്ലല്ലോ എന്ന്. Algu got very annoyed. സാഹുവിന് ദേഷ്യം വന്നു. I can't pay you a penny for the French beast you sold me. നീ എനിക്ക് തന്ന ആ സുഖമില്ലാത്ത കാളയ്ക്ക് വേണ്ടി ഞാൻ നിനക്ക് ഒരു പൈസ പോലും തരില്ല. He brought us nothing but ruin. അത് ഞങ്ങൾക്ക് ഒന്നും കൊണ്ടുവന്നില്ല, നശിപ്പ് മാത്രം. I have a bullock. Use it for a month and then return it to me. എനിക്കൊരു കാളയുണ്ട്, അത് ഒരു മാസത്തേക്ക് ഉപയോഗിച്ചിട്ട് നീ തിരിച്ചതാ. No money for the dead bullock, he said angrily. ഒരു പൈസ പോലും ചത്തത് കാളയ്ക്ക് വേണ്ടി ഞാൻ തരില്ല. Algu decided to refer the case to the panchayat. Algu ഈ കേസ് പഞ്ചായത്തിലേക്ക് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. For a second time in a few months, preparation for holding the panchayat were made up. And both the parties started meeting. രണ്ടുപേരും അവിടെ ഉപദേശം തേടാൻ പോയി, മറ്റുള്ളവരുടെ സപ്പോർട്ട് നേടാൻ വേണ്ടിയിട്ട്. പഞ്ചായത്ത് വാസ് ഹെൽഡ് അണ്ടർ ദ ഓൾഡ് ബനിയൻ ട്രീ. ആ പഴയ ആൽമരത്തിന്റെ ചോട്ടിൽ തന്നെയാണ് പഞ്ചായത്ത് നടന്നത്. അൽഗു സ്റ്റുഡ് അപ്പ് ആൻഡ് സെഡ്. അൽഗു എണീറ്റ് എന്ന് പറഞ്ഞു. വോയിസ് ഓഫ് ദ പഞ്ചായത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വോയിസ് ആണ്. ലെറ്റ് സഹു നോമിനേറ്റ് ദ ഹെഡ് പഞ്ചായത്ത്. ഐ വിൽ അബൈഡ് ബൈ ഹിസ് ഡിസിഷൻ. സഹു ഇതിൽ പഞ്ചായത്ത് ലീഡ് ചെയ്തോട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ ആജ്ഞകൾ അനുസരിക്കാം. Sahu was his chance and proposed the name of Juman. So his chance. സഹുവിന് ഇപ്പോൾ കാര്യം തന്റെ കയ്യിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ജുമന്റെ സഹായം തേടി. അൽഗൂസ് ഹാർട്ട് സാങ്. അൽഗുയുടെ ഹൃദയം അടിച്ചു. He turned pale. അയാൾക്ക് നല്ല വിഷമായി. But what could he do? അയാൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? The moment Juman became head punch, ജുമൻ ഹെഡ് പഞ്ച് ആയതോടുകൂടി he realized his responsibility. അദ്ദേഹത്തിന്റെ ചുമതലകൾ മനസ്സിലായി. As judge and the dignity of the office. ജഡ്ജും പിന്നെന്താണ് കാര്യം പറയാനുള്ള ഗൗരവം അയാൾക്ക് കിട്ടി. Could he seated in that high place? Has his revenge now? He thought and thought. അയാൾക്ക് ഇപ്പോഴും തന്നോടുള്ള പകയുണ്ടാവുമോ? ചിന്തിച്ചുകൊണ്ടിരുന്നു. No, he must not allow his personal feelings to come. സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റില്ല. സത്യം മാത്രമേ ഇവിടെ നീതിക്കായിട്ട് പറയാൻ പാടുള്ളൂ. Both Algu and Sagu stated their case. അൽഗുവും സാഗുവും അവരുടെ കേസ് പറഞ്ഞു. They were cross-examined and the case was considered deeply. രണ്ടുപേരോടും മീൻസ് ചോദ്യങ്ങൾ ചോദിച്ചു. Then Juman stood up and announced. ജുമൻ എണീറ്റ് എന്ന് പറഞ്ഞു. It is our opinion that Sagu should pay Algu the price of the bullock. അപ്പോൾ ഞങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് പറഞ്ഞാൽ സാഗു വന്നിട്ട് ആ ബുള്ളക്കിന്റെ പൈസ അൽഗുവിന് കൊടുക്കണം. When Sagu brought the bullock, it suffered from no disability or disease. സാഗു ബുള്ളക്ക് വാങ്ങിയപ്പോൾ കാള വാങ്ങിയപ്പോൾ അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. The death of the bullock was unfortunate. പെട്ടെന്നായിരുന്നു അത് ചത്തത്. But Algu cannot be blamed for it. അൽഗുവിനെ അതിന് കുറ്റം പറയാൻ പറ്റില്ല. Algu could not contain his feelings. He stood up and said loudly over and over again. അയാൾ എണീറ്റ് നിന്ന് ഈ ഒരു തീരുമാനം ഒച്ചത്തിൽ പറഞ്ഞു. Victory to the panchayat. This is justice. God lives in the voice of the punch. ഇതാണ് പഞ്ചായത്തിന്റെ ജയം എന്നുള്ളത്. ഇത് നീതിയാണ്. ദൈവം പഞ്ചായത്തിന്റെ വോയിസിൽ പറയുകയാണ്. Soon after, Juman came to Algu, embraced him and said, Since the last panchayat, I had become your enemy. But today I realized what it meant to be a punch. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞാൻ നിന്റെ ഒരു ശത്രുവായി തീർന്നിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി പഞ്ചായത്ത് എന്താന്നുള്ളത്. എ പഞ്ച് ഹാസ് നോ ഫ്രണ്ട് നോർ എനിമി. പഞ്ചായത്തിന് ഒരു ഫ്രണ്ടോ എനിമിയോ ഇല്ല. ഹി നോസ് ഓൺലി ജസ്റ്റിസ്. നിയമം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്തത്. ലെറ്റ് നോ വൺ ഡീവിയേറ്റ് ഫ്രം ദ പാത്ത് ഓഫ് ജസ്റ്റിസ്. ഒരാളും നീതിക്കെതിരായിട്ട് പ്രവർത്തിക്കരുത്. ആൻഡ് ട്രൂത്ത് ഫോർ ഫ്രണ്ട്ഷിപ്പ് ഓർ എനിമിറ്റി. അല്ലേ, ഫ്രണ്ട്ഷിപ്പിനെയോ ശത്രുതയ്ക്കോ ഒന്നും ഇവിടെ സ്ഥാനമില്ല. Algu embraced his friend and wept. Algu അവന്റെ ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. And his tears washed away all the dirt. അവന്റെ കണ്ണീര് എല്ലാ അഴുക്കിനെയും നീക്കി കളഞ്ഞിട്ട് misunderstanding between them. This Premchand retold the story. Okay, so that's all about this chapter. If you're interested, please do like, share and subscribe my channel. Okay, thank you.